ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമുക്കിന്ന് ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒന്ന് ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുത്തതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അരി എടുത്തിട്ട് അതും കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ അരിയൊക്കെ നമ്മളിതാ നല്ല മിക്സീൻ്റെ ജാറിലിട്ട് നല്ല അടിപൊളിയായിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അരി വറുത്തതാണ് കേട്ടോ. അത് അരി വറുത്തതൊന്ന് പൊടിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ അരി വറുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് എള്ളും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അങ്ങനെ അതാ കുറച്ച് ശർക്കരയും പാനിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഉരുക്കിയെടുത്ത ഈ ശർക്കര പാനി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് തേങ്ങ ഉണ്ടല്ലോ, കുറച്ച് തേങ്ങ അതിലേക്ക് ചിരവി ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ പിന്നെ ചിരവിയിട്ട് അങ്ങനെ അങ്ങ് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി, പൊടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ ഈ തേങ്ങയും അതുപോലെ ശർക്കര പാനിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഏകദേശം ചെറിയൊരു ഒരു തിളമൊക്കെ ഇതുപോലെ ഇങ്ങനെ തിള പോലെ വന്ന് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ പൊടിച്ച് വെച്ച ആ ഒരു അരി ഉണ്ടല്ലോ, അരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും അതുപോലെ തന്നെ നമ്മൾ ചക്കക്കുരു വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അതും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് അങ്ങനെ അതും കൂടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഒരു സംഭവങ്ങൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ആവുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെക്കുക. എന്നിട്ട് ഈ ഒരു ചൂടോട് കൂടി തന്നെ നമുക്കിത് ഉരുട്ടി നല്ല അടിപൊളി ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് വൈകുന്നേരം ചായക്കടിക്കും മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സാണിത്. നല്ല ഹെൽത്തി സ്നാക്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.